ഈ അപകടത്തിൽ ഒരു മരണം സ്ഥിരീകരിക്കുകയാണ്. ജിജോ സെബാസ്റ്റ്യൻ എന്നുള്ള വ്യക്തിയുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചവരുടെ എണ്ണവും ഉയരുന്നുണ്ട്. അത് 8 നിന്ന് 11 ഉയരുകയാണ്. ഈ ജിജോ സെബാസ്റ്റ്യൻ തന്നെയാണോ ഈ ബൈക്ക് യാത്രക്കാരനെന്ന് നമുക്ക് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അത് രാഗിൻ നൽകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രാഗിൻ പറയൂ. രാഗിനിലേക്ക് നമുക്ക് മടങ്ങി വരാം. എന്തായാലും വളരെ സങ്കടകരമായൊരു വാർത്തയാണ് ഈ സമയത്ത് വരുന്നത്. ഒരു മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിക്കുകയാണ്. ജിജോ സെബാസ്റ്റ്യൻ എന്ന വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. ശ്യാം, ഈ ജിജോ സെബാസ്റ്റ്യൻ ആ ബൈക്ക് യാത്രക്കാരനാണോ? കൂടുതൽ വിവരങ്ങൾ എടുക്കേണ്ടത്. നമുക്കിപ്പോൾ ബസ്സിൻ്റെ ദൃശ്യങ്ങൾ കാണാം. 2 ക്രെയിൻ ഉപയോഗിച്ചാണ് ആ ബസ് നേരെ ഉയർത്തിയിട്ടുള്ളത്. ഇപ്പോഴും അവിടെ നിന്ന് ഇപ്പോഴും ആ റോഡിൽ തന്നെ, ദേശീയപാതയിൽ തന്നെയാണ് ബസ് ഉള്ളത്. അത് മാറ്റേണ്ടതുണ്ട്. തൊട്ടടുത്ത സർവീസ് റോഡുണ്ട്, അവിടേക്കായിരിക്കും ഒരു പക്ഷേ ഈ ബസ് മാറ്റുക. ശ്യാം, ഇപ്പോൾ ഒരു മരണം കേൾക്കുന്നു. ഈ ജിജോ സെബാസ്റ്റ്യൻ, ഈ ബൈക്ക് യാത്രക്കാരനാണോ ഈ ജിജോ? ആര്യ, സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. അതായത് ആ ബൈക്ക് യാത്രക്കാരനാണ് മരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ജിജോ സെബാസ്റ്റ്യൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമുക്കിപ്പോൾ ഇവിടെ നാട്ടുകാരും മറ്റുമൊക്കെ ഉണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കൂടി ടാറ് കിടക്കുന്ന അങ്ങനെയാണ് വണ്ടിയുടെ ആ അവസ്ഥയിലാണ് ഇവിടെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ വണ്ടി ഓടിക്കുന്ന ആളുകളാണ്. ഞങ്ങൾക്ക് ഇത് തന്നെ പണിയാണ് ഇവിടെ ആളുകളെ പൊക്കിക്കൊണ്ട് പോകുന്നത്. നാട്ടുകാർ ഞങ്ങളെല്ലാവരും ഉണ്ടായി. ഞങ്ങളെല്ലാവരും അപ്പം തന്നെ രക്ഷാപ്രവർത്തനം നടത്തി ആ വണ്ടിയുടെ അകത്തു നിന്നുള്ള ആളുകളെ ഗ്ലാസ് അടിച്ച് പൊളിച്ച് പുറത്തെടുത്ത്. പരിക്കുകളൊന്നും കാര്യമായിട്ട് ആർക്കും ഇല്ല. യാത്രക്കാർക്ക് ആർക്കും വലിയ പരിക്കുകളൊന്നുമില്ല. ഈ അപകടത്തിന്റെ പ്രധാന കാരണം വണ്ടി മറിഞ്ഞ് അവിടെ നിന്ന് വന്നാണ്. വണ്ടി ചവിട്ടി കിട്ടിയില്ല. അതായത് നമ്മൾ സാറ് റോഡെന്ന് പറയുമ്പോ മിറ്റിലെങ്കിലും ഇത്തിരി കാണുമല്ലോ. ഇതൊന്നുമില്ല, മെഴുകിയിട്ടേക്കണ ടാറാണ് ഇതിന്റെ മുകളിൽ മെഴുകിയിട്ടേക്കണത്. ഈ സൈഡിലാണ് അയാൾ നിൽക്കുന്നത്. നേരെ വണ്ടി മറിഞ്ഞു കഴിഞ്ഞ് ഇയാളുടെ മേത്തേക്കാണ് ഒന്ന് വീഴുന്നത്. വണ്ടി പുള്ളി ആദ്യം തട്ടിയപ്പോൾ പുള്ളി ഇങ്ങനെ തിരിഞ്ഞു നോക്കി. പക്ഷെ അതിനു മുമ്പ് തന്നെ വണ്ടി പുള്ളിയുടെ മേത്തേക്ക് മറിഞ്ഞ് വീണ് കഴിഞ്ഞു. വണ്ടി സൈഡിലായിരുന്നു, ഈ മീഡിയത്തിന്റെ സൈഡിലായിരുന്നു പുള്ളി. പുള്ളി അവിടെ നിന്ന് വരുവാണ്, നിൽക്കല്ല പയ്യെ വരുവാണ്. അവിടെ പുള്ളി ആ സൈഡിലാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നേരെ വന്നിട്ട് വണ്ടി പുള്ളിയുടെ മേത്തേക്ക് മറിയണത്. അതെ അതെ അതെ, പുള്ളി അവിടെ സിഗ്നലിൽ നിൽക്കണായിരുന്നു. നേരെ വന്ന് വണ്ടി മറിഞ്ഞ് അതിലേക്ക് ഇടിച്ച് പയ്യെ ഇതില് പുള്ളിയുടെ മേത്തേക്ക് വേണം. പുള്ളിക്ക് ഓടാനോ രക്ഷപ്പെടാനോ ഒന്നുമുള്ള ടൈമില്ല. അതൊന്നും അറിയില്ല പുള്ളീനെ. പിന്നെ ക്രൈം വന്നു കഴിഞ്ഞിട്ടാണ് പൊക്കിയിട്ട് നമ്മൾ പുള്ളീനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. കാരണം ഇത്ര ആളുകൾക്ക് ഇത് പൊക്കാൻ പറ്റില്ലല്ലോ. സാധാരണ ബസ്സാണ് പൊക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് അകത്തുള്ള ആളുകൾക്ക് ആർക്കും പരിക്കില്ലാതെ ഉണ്ട്. ചെറിയ പൊട്ടല്, ബ്ലഡ് പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. ആളുകൾ ഉറങ്ങായിരുന്നു. ഈ രാവിലെ ടൈമല്ലേ, കുറച്ചേരൊക്കെ ഉണർന്നിരിപ്പുണ്ടായിരുന്നു. ഈ രാവിലെ ടൈം ആയതുകൊണ്ട് കുറച്ചൊരു ഉറങ്ങുമായിരിക്കും. ഇറക്കിയിട്ട് വരുന്നത് കുട്ടികൾ കാര്യമായിട്ടില്ല. കുട്ടികൾ 1-2 പേരെ കുട്ടികളെ ഉണ്ടായുള്ളൂ. ഈ വളരെ പ്രായമുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. ആ പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് എണീക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. നമ്മൾ ഗ്ലാസ്സൊക്കെ അടിച്ച് പൊളിച്ചിട്ട് ഈ ബെർത്തിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവരാ ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കും അറിയില്ല. ഉറങ്ങാതിരുന്നവർ പെട്ടെന്ന് ചാടി എണീറ്റ്. പിന്നെ ബാക്കി സ്ത്രീകളെല്ലാം പുരുഷന്മാരെയൊക്കെ നമ്മൾ ഒരു 9:45 എത്ര സമയം കൊണ്ട് ബൈക്കാരനെ പുറത്തിറക്കാൻ പറ്റി? അത് ക്രൈം വന്ന് പൊക്കിയിട്ടാണ് എടുക്കാൻ പറ്റിയത്. ടൈം എത്രയുണ്ടെന്ന് നമ്മൾ ഓർക്കുന്നില്ല. കാരണം കുറച്ച് അധികം നേരം പുള്ളി അവിടെ കിടന്ന്, കാരണം ട്രെയിൻ ഓടി വരണമല്ലോ. ക്രൈം വന്നു കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പുള്ളി കുറച്ച് നേരം അവിടെ കിടന്നത്. 1 മണിക്കൂറോളം കിടന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. പുള്ളി ആദ്യം കൈയൊക്കെ ഒന്ന് അനക്കായിരുന്നു അതിൻ്റെ അടിയിൽ കിടന്ന് നമ്മൾ നോക്കുമ്പോൾ. പക്ഷെ നമ്മൾക്ക് പൊക്കാൻ പറ്റുന്നില്ലത്. ആ ഒരു അവസ്ഥയാണ്. ആദ്യം തന്നെ ഈ NH ചെയ്യേണ്ടത് ഈ റോഡ്, ഈ ടാർ മാറ്റിയിട്ട് മര്യാദക്ക് ടാർ ചെയ്യണം. അതെ, കാരണം ഇവർ ഈ കുമ്പളം ടോള് വെച്ചിട്ട് നമ്മളോട് പിന്നെ ടോളുകൾ വാങ്ങിക്കുന്നുണ്ട്. ഈ ടോളുകൾ വാങ്ങിക്കുന്നത് എന്തിനാണ്? ഇവിടുത്തെ ആളുകൾക്ക് പൊതുജനത്തിന് പിന്നെ സൗകര്യപ്പെടുത്താനല്ലേ, അതിനു വേണ്ടിയല്ലേ. ഇവിടെ ഒരൊറ്റ ലൈറ്റ് പോലും തെളിയണില്ല. അത് ഇവിടുത്തെ പഞ്ചായത്തിന്റെ കുഴപ്പമാണ്. ഒരൊറ്റ സീറ്റ് ലൈറ്റ് തെളിയണില്ല ഇവിടെ. രാത്രി കാലങ്ങളായി കഴിഞ്ഞാൽ ഇത് രാത്രിയാണ് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനുണ്ടാവില്ല ഇവിടെ. ഇരുട്ടാണ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ ഈ
നാട്ടുകാരുടെ പ്രതികരണമാണ് കേട്ടത്. രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയ ജനങ്ങളുടെ, അവിടെയുള്ള പ്രദേശവാസികളുടെ പ്രതികരണമാണ് കേട്ടത്. ഏറെ സങ്കടകരമായ ഒരു കാര്യം, അവിടെയുള്ള ആളുകൾ ബസ്സിൽ യാത്രക്കാരിൽ കൂടുതലും പ്രായമായവരായിരുന്നു. അവരൊക്കെ ഗ്ലാസ് പൊട്ടിച്ച് ഈ നാട്ടുകാർ വളരെ പെട്ടെന്ന് വന്ന് രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങി അവരെയൊക്കെ പുറത്തേക്ക് എത്തിച്ചുവെങ്കിലും ഈ ക്രെയിൻ വരാൻ അരമണിക്കൂറോളം സമയമെടുത്തു. അതുവരെ ആ ബൈക്ക് യാത്രക്കാരൻ ഈ ബസ്സിനടിയിൽ കുടുങ്ങി. ഈ ബൈക്ക് യാത്രക്കാരനാണ് ഈ ജീവൻ നഷ്ടമായത്. ജിജോ സെബാസ്റ്റ്യൻ അത്ര ഓവർ സ്പീഡ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു മീഡിയം സ്പീഡ് ഉണ്ട്. അപ്പൊ ആ സിഗ്നലിലാണ് ഇവർക്ക് ചവിട്ടാൻ കിട്ടിയത്. ബസ് വന്നത് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ പിന്നെ ആ ബസ് വന്നപ്പം സിഗ്നൽ വീണപ്പോ തന്നെ അവര് ചവിട്ടിയപ്പോ കിട്ടിയില്ല. എന്ന് വെച്ചാൽ റോഡ് ഹമ്പ് പോലെ കിടക്കണാണ് സൈഡ്. അപ്പൊ അവിടെ മീഡിയത്തിൽ കയറി നേരെ വന്നത് ഒരു നിരപരാധിയായ ബൈക്കാരന്റെ മേത്തേക്കാണ് വണ്ടി വീണത്. അവന് എന്ത് പറ്റിയെന്ന് അറിയാം, അവൻ ഗുരുതരമാണ്. അവനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷെ ഇതാണ് ഇവിടുത്തെ അധികാരികളുടെ ഭാഗത്തു നിന്ന് വന്നത്. നമ്മൾ ചുങ്കം കൊടുക്കുന്നത്. എന്തായാലും നാട്ടുകാരുടെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് ഈ ബൈക്ക് നമുക്ക് ഈ അപകടത്തിൽപ്പെട്ട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയായ ലേക്ക് ഷോറിലേക്ക് എത്തിച്ചിരിക്കുന്നത് 11 പേരാണ്. അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് അതൊന്ന് വായിച്ചു പോകാം. സുധ, ശോഭ, ആര്യ, അനന്തു, ലിസ, അഞ്ജലി, അങ്കിത, അശ്വിൻ, ചന്ദ്രൻ പിള്ള. ഇതാണ് നമുക്കിപ്പം ലഭ്യമായിരിക്കുന്ന പേരുകൾ. അപകടത്തിൽപ്പെട്ട ആശുപത്രിയിലേക്ക് എത്തിച്ച ആളുകളുടെ പേരുകളാണ് ഇത്. സുധ, ശോഭ, ആര്യ, അനന്തു, ലിസ, അഞ്ജലി, അങ്കിത, അശ്വിൻ, ചന്ദ്രൻ പിള്ള. ഇതാണ് അപകടത്തിൽ പെട്ട് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് പരിക്കുകളോടെ എത്തിച്ച ആളുകളുടെ പേരാണ് ഞാൻ പറയുന്നത്. സുധ 54 വയസ്സാണ്, ശോഭ 52 വയസ്സ്, ആര്യ 24 വയസ്സ്, അനന്തു 27 വയസ്സ്, ലിസ 42 വയസ്സ്, അഞ്ജലി 44 വയസ്സ്, അങ്കിത 15, അശ്വിൻ 18, ചന്ദ്രൻപിള്ള 60. ഇതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2 പേരുടെ പേരുകൾ കൂടി ലഭിക്കേണ്ടതുണ്ട്. ഒരാൾ ബൈക്ക് യാത്രക്കാരനാണ്, ജിജോ സെബാസ്റ്റ്യൻ. അപകടത്തിൽപ്പെട്ടവരുടെ പേര് വിവരങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. 10 പേരാണ് ഇപ്പോൾ ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ 10 പേരാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പരിക്കുകളോടെ എത്തിയിരിക്കുന്നത്. പക്ഷേ നാട്ടുകാരൊക്കെ പറയുന്നത്, പ്രദേശവാസികൾ പറയുന്നത്, ഈ ബസ്സിലുണ്ടായിരുന്ന ആളുകളുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നുള്ള വിവരമാണ്. പക്ഷേ ഏറെ സങ്കടകരമായ ഒരു കാര്യം, ആ ബൈക്ക് യാത്രക്കാരന് ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ്. കാരണം ആ ബസ് പൂർണ്ണമായും ആ ബൈക്കിൻ്റെ മുകളിലേക്കാണ് വീണത്. ആ പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് ഇതൊരു സ്ഥിരം ഒരു ആക്സിഡൻറ്റ് പ്രോൺ മേഖലയായി മാറിയിട്ടുണ്ട്. എത്ര തവണ പരാതിപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. പലപ്പോഴും സിഗ്നൽ പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഈ സിഗ്നൽ പോസ്റ്റ് ഈ അപകടത്തിൽ തെറിച്ച് പൊട്ടി വീണിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ സിഗ്നൽ പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ വലിയ അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് എന്ന് അവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്.